ഇപ്പോൾ നമ്മൾ കാണുന്നത് 3 കുങ്കിയാനകളും ഇതിന് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു എന്നതാണ്. താഴെ വീണ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പന് ചുറ്റും 3 കുങ്കിയാനകളും നിലയുറപ്പിച്ചിരിക്കുന്നു. കോന്നി സുരേന്ദ്രൻ അതിന് നേതൃത്വം നൽകുന്നു. ഒപ്പം കുഞ്ചുവും വിക്രവും അടങ്ങുന്ന മറ്റ് 2 അംഗങ്ങൾ. അങ്ങനെ സുസജ്ജമായ ഒരു റാപ്പിഡ് ടീമിനെ നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള അവരുടെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ആനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. അതിൽ വെള്ളവും മരുന്നും നൽകുന്നുണ്ട്. ഇതിനുശേഷം ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തി നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും കോടനാട്ടേക്ക് കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. അത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുക എന്നതാണ് ഇതിൽ പറയാനുള്ളത്. എന്തായാലും വളരെ പെട്ടെന്ന് നമ്മൾ ഇതിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതങ്ങനെ പറയാം. തീർത്തും അതിവൈകാരികവും സങ്കീർണവുമായ നിമിഷങ്ങൾ ആ രീതിയിൽ തന്നെ അതിനെ പറയേണ്ടി വരുന്നു. കാര്യം മറ്റ് മൃഗങ്ങളുടെ ഒരു സ്നേഹപ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊരു കാട്ടാന ഈ രീതിയിലേക്ക് അടക്കം പെരുമാറുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് അത് വരാനും എടുക്കാനും എല്ലാം സാധ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. എന്തായാലും അത് നമ്മൾ പൂർണ്ണമായും തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. മസ്തകത്തിൽ പരിക്കേറ്റ ആന വീഴുന്നത് കണ്ട് ആണ് തിരിച്ച് ഏഴാറ്റുമുഖം ഗണപതി അത് കാട് കയറുന്നത്. വനപാലകരുടെ റബ്ബർ ബുള്ളറ്റിന്റെ വെടിവെച്ചയിൽ അത് കാട് കയറി പോകുന്നത്. ഇപ്പോൾ 3 കുങ്കിയാനകളും അതിന് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു. ഏത് ആജ്ഞയും ഏറ്റുവാങ്ങുക എന്ന രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം അത് പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ്. ഒരർത്ഥത്തിൽ പൂർണ്ണമായും ഇതൊരു രക്ഷാപ്രവർത്തനമായി മാറിയിരിക്കുന്നു. താഴേക്ക് ആന വീഴുമെന്ന് ഒരു കണക്കുകൂട്ടൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ മുതൽ തന്നെ വനം വകുപ്പിന്റെ ഒരു പ്രാഥമികമായ റിപ്പോർട്ടും കണക്കുകൂട്ടലും എല്ലാം തന്നെയും ഈ രീതിയിലുള്ളതായിരുന്നു. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു. ആ ആശങ്കകളെ പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അവർ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു എന്നതാണ്. പൂർണ്ണമായും അവരത് പുറത്ത് പറഞ്ഞില്ല എങ്കിലും ആന ആ ഒരു മയക്കുപിടി അതിജീവിക്കാൻ കഴിയുന്ന ആരോഗ്യപരമായ കാരണങ്ങളുണ്ടോ എന്ന് ഇത് അങ്ങനെ ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾ പൂർണ്ണമായും അത് ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. ആശങ്കകൾ പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. എല്ലാവരും ഇറങ്ങാൻ പറ. പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. ആനയ്ക്ക് മയക്കുവെടിയേറ്റ് ആദ്യ റൗണ്ട് മയക്കുവെടിയിൽ ആന അത് വീണു എന്നതാണ്. അതിന് അല്പസമയം നടന്നപ്പോൾ തന്നെയും ആന ക്ഷീണിതനായി നിലംപതിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. ആനയുടെ ആരോഗ്യം സംബന്ധിയായ കാര്യങ്ങൾ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലേക്കടക്കം പിന്നീടുള്ള നിമിഷങ്ങൾ മാറുകയായിരുന്നു. തന്റെ കൂട്ടുകാരനെ എന്ന് വിശേഷിപ്പിക്കാം ഉയർത്തി നിർത്താനുള്ള മുഴുവൻ ശ്രമങ്ങളും നടത്തിക്കൊണ്ടാണ് ഏഴാറ്റുമുഖം ഗണപതി പിൻവാങ്ങിയിരുന്നത്. ഏഴാറ്റുമുഖം ഗണപതി പിൻവാങ്ങുന്നത് മുഴുവൻ ശ്രമങ്ങളും നടത്തി അതിനെ താങ്ങി നിർത്താൻ കഴിയില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തിലേക്കടക്കം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഏഴാറ്റുമുഖം ഗണപതി എങ്കിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. അതിനെ വെടിവെച്ചുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ടാണ് അതിനെ കാട്ടിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അതിന്റെ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു പൂർണ്ണതോതിലേക്ക് വന്നിരിക്കുന്നു. 3 കുങ്കിയാനകളും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഏത് ആജ്ഞയും ഏറ്റുവാങ്ങുക എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ ആനയ്ക്ക് താഴെ വീണ ആനയ്ക്ക് പ്രാഥമികമായ ചികിത്സ അടക്കം ഉറപ്പു നൽകുകയാണ്. അതിനെ എത്ര കണ്ട് ഉയർത്തി നിർത്താൻ സാധിക്കും, അതിനെ എന്താണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അത്തരം കാര്യങ്ങളിൽ അതിന്റെ ഒരു വ്യക്തത ഡോക്ടർ അരുൺ സക്രേയും സംഘത്തിനുമുണ്ട്. അതിനുശേഷം ആണ് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇതിൽ ഡോക്ടർമാരുടെ സംഘം അതിനെ പരിശോധിക്കുന്ന ആദ്യഘട്ടത്തിൽ അതിനെ പരിശോധിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പ്രാഥമികമായ ചികിത്സ നൽകിയിരിക്കുന്നു എന്നതാണ്. ചികിത്സ നൽകുന്നു, വെള്ളം നൽകുന്നു, മരുന്ന് നൽകുന്നു. ഇതിനു ശേഷം അതിന് ഉയർത്തി നിർത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ
അല്പസമയത്തിനകം തന്നെ ഡോക്ടർമാർ അത് ചികിത്സ അത് പൂർത്തിയാക്കി അതിനെ ഉയർത്തി നിർത്താനുള്ള ആ ശ്രമങ്ങൾ അത്തരം കാര്യങ്ങൾ നടത്തും. അതിനുശേഷം കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി അതിനെ ഉയർത്തി നിർത്തുകയും ചെയ്യും. അതിനുശേഷം ലോറിയിലേക്ക് മാറ്റി മലയാറ്റൂരിലെ അഭയാരണ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടിയുള്ള പൂർണ്ണമായ ഒരുക്കങ്ങൾ ഇതെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. ഇപ്പോഴും ചികിത്സ തുടരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും 3 കുങ്കിയാനകൾ അതിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നു. അത് എന്താണ് നിർദ്ദേശം അത് പൂർണ്ണമായും തന്നെയും അനുസരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഒന്നുകൂടി ശ്രീജ JCB അടക്കം ഇവിടേക്ക് എത്തിക്കുന്നു എന്നതാണ്. കാരണം എങ്ങനെയാണ് അതിനെ പൂർണ്ണമായും ഉയർത്തി നിർത്താൻ സാധിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മണ്ണ് അവിടേക്ക് മാറ്റേണ്ടതുണ്ടോ, അതിനെ എഴുന്നേറ്റ് നിൽക്കാൻ പര്യാപ്തമായ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്നാണ്. ഇപ്പോൾ JCB ചുറ്റുപാടുമുള്ള ചെറിയ മരങ്ങളുണ്ട്, അത് തകർത്ത് അതിന് വഴിയൊരുക്കുകയാണ് അവിടേക്ക് പോകുവാനായിട്ട്. അതായത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടേക്ക് ലോറി കയറ്റണമെങ്കിൽ അവിടെ അതിന് ആവശ്യമായ സാഹചര്യം ആ പ്രദേശത്ത് ഒരുക്കേണ്ടതുണ്ട്, അതിന്റെ ടെറൈൻ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വഴിയൊരുക്കിയിരിക്കുന്നു എന്നതാണ്. വഴിയൊരുക്കുക എല്ലാം വളരെ പെട്ടെന്ന്, കാരണം ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. കാരണം ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പൂർണ്ണമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ഒരു വിളിപ്പാടകലെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു എന്നതാണ് അതിൽ പറയുന്നത്. അത് സാധ്യമായിരിക്കുന്നു. ഈ ഒരു അലർട്ട് കോളിൽ തന്നെ എല്ലാം ഏകോപിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. പൂർണ്ണമായും DFOയുടെയും ഡോക്ടർ അരുൺ സക്രിയയുടെയും നേതൃത്വത്തിലുള്ള സംഘം അത് പൂർണ്ണമായും തന്നെ അതിന്റെ ഏകോപനം നിർവഹിച്ചിരിക്കുന്നു. ആർക്കും ഒന്നും പറയാനില്ലാത്ത വിധം കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഏഴാറ്റുമുഖം ഗണപതിയുടെ ഒരു എൻട്രി എന്ന് നമുക്ക് പറയാം. അത് ആ സാഹചര്യവും അവർ മറികടന്നു. അതിനുശേഷം പിന്നീട് ഈ മസ്തകത്തിൽ പരിക്കേറ്റ വെടിയേറ്റ കൊമ്പൻ നിലത്ത് വീഴുന്നതാണ് നമ്മൾ കണ്ടത്. അതും അവർ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഏത് രീതിയിൽ അതിനെ മറികടക്കും എന്നതായിരുന്നു അടുത്ത ചിന്തയുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഈ ടെറൈനിലേക്ക് ആന എത്തി എന്നതാണ്. കാരണം അത് മറ്റിടങ്ങളിലായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമായിരുന്നു. കാരണം ഇത്ര കണ്ട് ഇതിനെ ഏകോപിപ്പിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ അടക്കമുണ്ടായിരുന്നു. അതില്ലാത്ത വിധം തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ആന അതിന് അനുയോജ്യമായ ഒരു ഇടത്തേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. അത് രാവിലെ മുതൽ തന്നെ അവരൊരു കണക്കുകൂട്ടലും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് കൃത്യമായ രീതിയിൽ തന്നെ അത് കണക്കുകൂട്ടിയിരിക്കുന്നു. ആ ഒരു ടെറനിലേക്കെല്ലാം വന്നിരിക്കുന്നു. അവരുടെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ ഈ ഇടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ആ ഒരു സ്ഥലത്തേക്ക് വന്നത് ഇതിലെ ഏറ്റവും അനുയോജ്യമായ ഒരു ഇടത്തേക്ക് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ വനത്തിന്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ ചെയ്ത ക്യാമറ പലരെയും തന്നെ അവിടെ നിന്ന് വനപാലകർ നിയന്ത്രിച്ച് പുറത്തു നിർത്തുന്നുണ്ട്. ഏതായാലും കൃത്യമായ ഒരു ദൃശ്യങ്ങൾ നമ്മൾ നൽകുന്നു. അതിൽ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് വഴിവെട്ടുകയാണ് എന്ന് നിസ്സംശയം പറയാം. വഴിവെട്ടുകയാണ്. ഇവിടേക്ക് ആനയെ ലോറി കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ലോറി അവിടെ എത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് ആണ് അവിടേക്ക് വഴി വെട്ടുന്നത്, വഴി കൊണ്ടുവരുന്നത്. അതിനുശേഷം അവിടെ മറ്റേ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി അതിനെ ലോറിയിലേക്ക് കയറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്നുള്ളൊരു ഏകോപനം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ കർശനമായൊരു ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ആനയെ കൊണ്ടുപോവുക എന്ന ഒരു കാര്യമാണ്. അത് അവസാന രീതിയിലേക്കാണ് ഉള്ളത്. അത് മലയാറ്റൂരിലേക്ക് കൊണ്ടുപോവുക, അടുത്ത ഈ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തെ വഴി അവിടേക്ക് കൊണ്ടുപോവുക എന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം
കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി ഇത് പരാതികളില്ലാതെ അല്ലെങ്കിൽ ആശങ്കകളില്ലാതെ ഇത് നിർവഹിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ, 2 സാഹചര്യങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്നു എന്നതാണ്. ആ സാഹചര്യങ്ങളെ മറികടക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. അതിൽ അപ്രതീക്ഷിത സാഹചര്യം ഏറ്റവും പ്രധാനം ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആന ഇതിനൊപ്പം കൂടിയതായിരുന്നു.